തിരുവനന്തപുരം വിതുരയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് ആദിവാസി യുവാവ് മരിച്ചെന്ന പരാതിയിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഒ.ആർ. കേളു. മരിച്ച ബിനുവിന്റെ വീട് മന്ത്രി സന്ദർശിച്ചു. ആംബുലൻസ് തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ഇടത് യുവജന സംഘടനകൾ ആവശ്യപ്പെട്ടു. അതെ, ഞാനിവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ആ അവസരത്തിലാണ് ഇങ്ങനെ ഒരു വിഷയം അറിയുന്നത്. അപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നു അന്വേഷണം നടത്തിയപ്പോഴാണ് ബിനുവിനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തു. അവിടുന്ന് കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന നടപടിയിലേക്ക് ഡോക്ടർമാരും ആരോഗ്യ വകുപ്പൊക്കെ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സമരം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സമരം എന്ന് പറയുന്നത് ആംബുലൻസിന് ടയറില്ല, ഇൻഷുറൻസ് പേപ്പറില്ല എന്നൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് അവിടെ നടന്നു എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ആ വാഹനത്തിൽ തന്നെയാണ് ബിനുവിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ കൊണ്ടുപോയപ്പോൾ അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് കുറച്ച് നേരത്തെ ഒരു 10 മിനിറ്റ് നേരത്തെയെങ്കിലും ഈ പേഷ്യൻ്റ് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നുള്ള ഒരു നിർദ്ദേശവും ഒരു ഡിസിഷനാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അതായത് സ്വാഭാവികമായിട്ടും ഒരു സമരം അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് തടസ്സമായി എന്നതാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം. ഡോക്ടർമാർ തീരുമാനിച്ച് രോഗിയെ ആംബുലൻസിലേക്ക് കയറ്റുന്ന സന്ദർഭത്തിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒരുപറ്റം ആളുകൾ ആംബുലൻസ് തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു സമരം അവിടെ നടത്തിയിരിക്കുകയാണ്. അരമണിക്കൂറിലധികം ആ രോഗിയെ കൊണ്ട് ആംബുലൻസ് പുറപ്പെടാൻ വൈകിയ ഒരു സംഭവമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ബിനു എന്ന് പറയുന്ന ആദിവാസി യുവാവ് അതിദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ്. ഡോക്ടർമാർ പറഞ്ഞത് ഒരു 10 മിനിറ്റ് മുന്നെയെങ്കിലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ രോഗിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ്. ഈ പാവപ്പെട്ട ആദിവാസി യുവാവിൻ്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് ഡിവൈഎഫ്ഐക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, വലിയ പ്രതിഷേധമെടുത്ത് സംഘടനകൾ ഉയർത്തുന്നു. മന്ത്രി ബിനുവിന്റെ വീട്ടിലെത്തി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് കുടുംബത്തിന്റെ പരാതി? എങ്ങനെയായിരിക്കും അന്വേഷണം? ഈ ബിനുവിനെ വിതുരയിലെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം അടിയന്തരമായി തന്നെ വളരെ വേഗത്തിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് പ്രകാരം ഈ ആംബുലൻസിൽ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് തടഞ്ഞുവെന്നാണ് ഈ കുടുംബത്തിന്റെ ആരോപണം. അവിടെ ഒരു സമരം നടക്കുന്നുണ്ടായിരുന്നു. ഈ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു സമരം. ഈ ആംബുലൻസ് വളരെ കാലപ്പഴക്കത്തിൽ നിന്നൊരു ആംബുലൻസ് ആണ്. അതിന്റെ ടയറൊക്കെ വളരെ പഴയ ടയറാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു വാഹനം കൊണ്ടുപോകുന്നത് പാടില്ല എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഒരു 20 മിനിറ്റോളം അവിടെ തടഞ്ഞിട്ടു എന്നാണ് പറയുന്നത്. ആ ഒരു പരാതിയാണ് ഈ കുടുംബം പറയുന്നത്. പക്ഷേ ഈ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ്. അവർ പറയുന്നത് അത്തരത്തിലുള്ള ഒരു വാഹനം തടഞ്ഞിട്ടില്ല, തങ്ങൾ കൂടി ഇടപെട്ടാണ് ഈ രോഗിയെ വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ട് പോയെന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ വാഹനം തടഞ്ഞവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അല്പസമയം മുമ്പാണ് മന്ത്രി കേളു അവരുടെ വീട് സന്ദർശിച്ചത്. അദ്ദേഹവും ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ കുടുംബം പോലീസിൽ പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള പരാതി ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് പോലീസും വ്യക്തമാക്കുന്നത്. ശരി സുജോ.